ഇപ്പം രാജ്മോഹനെ തന്നെ പോലെയുള്ള ഒരു മുതിർന്ന നേതാവും മാധ്യമപ്രവർത്തകർ അങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു എന്നൊരു നിലപാടുണ്ട്. കാര്യം നിങ്ങൾ പൗരത്വത്തെക്കുറിച്ച് ചോദിച്ചാൽ വർഗീയവാദികളാകുമോ? ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ പോകുമ്പോൾ അവരുടെ മനസ്സിൽ ആദ്യം വരാൻ സാധ്യതയുള്ളതായിട്ട് മാഷ് കണക്കാക്കുന്നത് എന്താ? ഇപ്പോൾ സിവിൽ സപ്ലൈസിലെ സാധനങ്ങളില്ല, ഇപ്പോൾ 2 മാസത്തെ പെൻഷൻ കൊടുത്താലും 4 മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ്, അതൊരു ഭാഗത്ത് നിൽക്കുന്നു. സംസ്ഥാന സർക്കാരിനെതിരെ പാനൂർ പോലുള്ള അക്രമ സംഭവങ്ങൾ, അത് ഒരു ബോംബ് സ്ഫോടനം ഉണ്ടാവുന്നു. ഞാൻ ഒരു നേരിട്ട് ചോദിക്കട്ടെ, ഈ പ്രേക്ഷകർക്ക് ഒരു സംശയമുള്ളതുകൊണ്ടാണ്. കണ്ണൂർ, ഈ പയ്യന്നൂർ, പാനൂർ, ഈ പ്രദേശങ്ങളിലെല്ലാം ഈ ബോംബ് നിർമ്മാണം ഒരു കുടിൽ വ്യവസായമാണ്. അങ്ങനെ ഇത് ഇപ്പോൾ വളരെ വളരെ കുറവാണല്ലോ. ഇപ്പോൾ കുറവാണ്, പണ്ടുള്ളതിൻ്റെ അത്ര ഇല്ല. ഇല്ല 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 ഇത് എല്ലാ പാർട്ടിക്കാരും ചെയ്യുന്ന പരിപാടിയാണോ ഇത്? അല്ല, അതിനെക്കുറിച്ച് ഞാൻ പറയാൻ ആളല്ല. എന്താ പറഞ്ഞാൽ പ്രത്യേകിച്ച് ജനപ്രതിനിധി കൂടിയായിരുന്നു. അത് അല്ല, അങ്ങനെയല്ല, നമ്മളൊരു ബോംബ് രാഷ്ട്രീയത്തിനെതിരാണ് നമ്മൾ. അല്ല, ഇത് കാലങ്ങളായി ഈ കണ്ണൂരുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിലും ഉണ്ടാകുന്നുണ്ടെങ്കിൽ കണ്ണൂരിനെ കുറിച്ചാണ് വ്യാപകമായി കേൾക്കുന്നത്. ഇപ്പം നരിക്കാട്ടിയിൽ ബോംബുണ്ടാക്കി ലീഗ് പ്രവർത്തകരും. അല്ല, യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങളെ വഴിതിരിച്ചു വിടാൻ്റെ ഒരു മാർഗം കൂടിയാണിത്. ജനങ്ങൾ അനുഭവിക്കുന്ന ഗ്യാസിന്റെ വിലക്കയറ്റമുണ്ട്, പെട്രോൾ ഡീസലിന്റെ വില വർധനമുണ്ട്, ഇതുപോലെ റേഷനറി കിട്ടാത്ത വിഷയമുണ്ട്, കേരളത്തിന് കിട്ടുന്ന സാമ്പത്തികം കിട്ടാത്ത പ്രശ്നമുണ്ട്. ഇതൊന്നും ചർച്ച ചെയ്ത് വഴിതിരിച്ചു വിടാൻ ഒരു വേറൊരു മാർഗ്ഗമാണിത്. അപ്പൊ പ്രതിപക്ഷത്തിന് ഒരു ആയുധം വീണ് കിട്ടിയപ്പോൾ അവരതിന് പിന്നാലെ പോകുന്നു. യഥാർത്ഥ പ്രശ്നമെല്ലാം മാറിപ്പോകുന്നുണ്ട്. ജനങ്ങൾ ചിന്തിക്കാൻ പോകുന്നത് ഉജ്ജ്വൽ ഗ്യാസ് യോജനയൊക്കെ ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ജനത്തിന്റെ വിശപ്പാണ്, പട്ടിണിയാണ്, ദാരിദ്ര്യമാണ് വിഷയം, അല്ലാതെ ജാതിയും മതവും അല്ല വിഷയം. മതമല്ല പ്രശ്നം. ഇതൊന്നും ഒരു വിഷയമല്ല. യഥാർത്ഥ ജനങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത് വിശപ്പാണ്. ശരിക്കും നാട്ടിൽ ഈ ഗ്യാസിന്റെ വില കൂടിയതും പെട്രോൾ ഡീസൽ വില കൂടിയതും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ? നാട്ടിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഗ്രാമീണ മേഖലകളിലൊക്കെ വളരെ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ കുടുംബശ്രീ പ്രവർത്തകരോട് പറഞ്ഞത്, നിങ്ങളെല്ലാവരും ഗ്യാസ് എടുത്തു, നിങ്ങൾക്ക് സബ്സിഡി തരും അക്കൗണ്ടിലേക്ക്. ഇതുവരെ വന്നോ? ആദ്യകാലത്ത് വന്നിരുന്നു. ഇപ്പോൾ ഒരു രൂപ പോലും അക്കൗണ്ടിലേക്ക് സബ്സിഡിയായി വരുന്നില്ല എന്ന് മാത്രമല്ല, 400 രൂപയുടെ ഗ്യാസിന്റെ വിലയാണിപ്പോൾ 900, 1000-ലധികമാവുന്നത്. അതൊരു വലിയ ഭീഷണിയാണ്. സാധാരണ ജനങ്ങളുടെ ജീവിതം ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒരു സംശയം. പക്ഷെ അതിന്റെ കൂടി പെൻഷൻ കിട്ടാത്ത തിരിച്ചടിയാവൂ. 18 മാസം കിട്ടാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ പണ്ട്, അന്നാരും ചർച്ച ചെയ്തില്ലല്ലോ. 18 മാസം എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പഞ്ചായത്ത് മെമ്പറായ വർഷമാണ് സഖാവ് പിണറായി അധികാരത്തിൽ വരുന്നത്. പിണറായി അധികാരത്തിൽ വന്ന ആദ്യത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് പെൻഷൻ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർക്കും. അന്ന് 600 രൂപയുടെ പെൻഷൻ കുടിശ്ശിക. എൻ്റെ ഓർമ്മയിൽ എൻ്റെ നാട്ടിലൊരു കുമാരൻ എന്ന് പറയുന്നുണ്ട്. കുമാരനും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും പെൻഷനുണ്ട്. 24,000 രൂപ എൻ്റെ കൈ കൊണ്ട്, അതായത് ഞാൻ അവരുടെ കൂടെ പോയി എണ്ണി കൊടുത്തതാണ്. 24,000 ഉറുപ്പിയാണ് അവർ ഒന്നിച്ച് വാങ്ങിയത് പൈസ. അന്ന് ചട്ടിയെടുക്കാൻ ആളുണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ 7 മാസമാണ് കുടിശ്ശിക. അതിന് 2 മാസം കൊടുക്കുന്നു. ഇപ്പോൾ 2 മാസം കൊടുക്കും, 4 മാസം കാണത്തുള്ളൂ, ബാക്കിയുള്ളതും കൊടുക്കും. അപ്പോൾ അതായത് പെൻഷൻ വാങ്ങുന്ന 2 പേരുണ്ടെങ്കിൽ വിഷുക്കാലത്ത് 6,400 രൂപ കിട്ടും. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് നവകേരള സദസ്സിലൂടെ മുഖ്യമന്ത്രി ജനങ്ങളോട് തുറന്നു പറഞ്ഞപ്പോൾ ഇവിടുത്തെ പത്രക്കാരും മാധ്യമക്കാരും പൊതുവേയും എന്താ സ്വീകരിച്ചത്? അതൊക്കെ വെറുതെ പറയാണ്, ധൂർത്താണ്, അത് ഒരു നഷ്ടവുമില്ല, ഒരു അവഗണ്യമില്ല. സുപ്രീം കോടതിയിൽ പോയപ്പോൾ എന്താ സുപ്രീം കോടതി പറഞ്ഞത്? കേരളത്തിന്റെ ഹർജിയിൽ കഴമ്പുണ്ട് എന്ന് വ്യക്തമായി പറഞ്ഞു. ഇപ്പോൾ ഭരണഘടനാ ബെഞ്ചിന് വിട്ടു. അതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് കേന്ദ്രമാണ് എന്ന് പകൽ വെളിച്ചം പോലെ തെളിഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ പെൻഷൻ്റെ കാര്യം ഡോക്ടർ അരുൺ പറഞ്ഞു കേട്ടു. ശരിയാണ്, പെൻഷൻ കൂട്ടി കൊടുക്കണ്ടാവുന്നോ അല്ലെങ്കിൽ പെൻഷൻ കൊടുത്തുകൂടാവുന്നോ അങ്ങനെയുള്ള ഒരു ഗവൺമെൻറ് ആണോ ഇത്? അല്ലല്ലോ. ഗവൺമെൻറ് പെൻഷൻ കൊടുക്കാൻ തയ്യാറാണ്. സാമ്പത്തിക പ്രതിസന്ധി മൂലം കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നു. അവരത് തിരിച്ചറിയുന്നു. ഇപ്പോൾ വിഷുവിന് മുമ്പേ 2 ഗഡു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. 1 ഗഡു മുമ്പേ കൊടുക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ സിവിൽ സപ്ലൈസ് സാധനങ്ങൾ ഇഷ്ടംപോലെ വരാൻ വേണ്ടി പോവുകയാണ്. കൺസ്യൂമർ ഫെഡ് മാർക്കറ്റ് തുടങ്ങണം, ഈ വില പിടിച്ചു നിർത്തണം എന്ന് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തുടങ്ങാൻ പാടില്ല. ഇത് കണ്ടിന്യൂസ് പ്രോസസ്സല്ലേ? അത് എന്ത്